ആപ്പിൾ തിന്ന് മടുത്തിട്ടുണ്ടാവും അവർക്ക്. ആദ്യത്തെ ബാലി കയറാമല, സ്മിത കയറാമലയാണല്ലേ. ഞാൻ എല്ലാ ദിവസവും ഈ വഴിക്ക് നടക്കണത്, പക്ഷെ ഇത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണണേ. നോക്കി ആ നിൽക്കണ മരങ്ങൾ എന്താണെന്നറിയോ? ആപ്പിളാണ്. ഞങ്ങളുടെ വില്ലേജിന്റെ സ്വന്തം മിനി ഓർച്ചഡ്. അവിടെ ഇവിടെയൊക്കെ നിറച്ചും ആപ്പിൾ മരങ്ങളുണ്ട്. എന്നാലും ഈ ഒരു സ്ഥലം നല്ല രസമാണ് കാണാനായിട്ട്. 3-4 ആപ്പിൾ മരങ്ങളുണ്ട് ഇവിടെ. ഞാൻ നടക്കാൻ പോകുമ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആപ്പിൾ പൊട്ടിച്ചുകൊണ്ട് പിക്കിൾ ഇടാറുണ്ട്. അവിടെ റെഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. കണ്ട ആപ്പിൾ ചുമന്ന് നിൽക്കുന്നുണ്ട്. ഇടയിലൊക്കെ താഴെയുള്ളതൊക്കെ കുറെ വീണ് പോയിട്ടുണ്ട്. കുറെ ആരെങ്കിലൊക്കെ പൊടിച്ചോണ്ട് പോയിണ്ടാവും. പല സ്റ്റേജസിൽ റൈപ്പായിട്ടുണ്ട്. ഇതൊന്നും അത്രയ്ക്കാണ്ട് ചുമന്നിട്ടില്ല. ഈ മരം കുറെ കൊല്ലമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല വലുപ്പമുണ്ട് കാണാനായിട്ട്. താഴേക്ക് നിറച്ചും ആപ്പിൾ വീണെടുക്കണം. ഇത് വേറൊരു ആപ്പിൾ ട്രീ ആണ്. ഇതിലെല്ലാം പോയി, ഒന്നും കാണാനില്ല. ഇതും ഒരു ആപ്പിൾ ട്രീ ആണ്, അതിലും ഒന്നും കാണാനില്ല. ഈ വില്ലേജിലുള്ള ഗ്രീൻ സ്പേസ് ഒക്കെ കൗൺസിൽ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടി വന്നിട്ടാണ് ഈ സൈഡിലുള്ള റോഡിൻ്റെ സൈഡിലുള്ള പുല്ല് വെട്ടണത്. ഇനി മരത്തിൻ്റെ സൈഡിലൊക്കെയുള്ള പുല്ല് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഒരാൾ ഒരു ഹാൻഡ് ഹെൽഡ് മെഷീൻ വെച്ചിട്ട് അയാളും വെട്ടുന്നുണ്ട്. റിംഗ് റോഡിൻ്റെ ഈ സൈഡിലൊക്കെയാണ് വീടുകളുള്ളത്. അപ്പുറത്തെ സൈഡിൽ ഒരു ഗോൾഫ് കോഴ്സാണ്. അതിൻ്റെ ബോർഡറായിട്ടാണ് ഇത്രയും മരങ്ങൾ അവർ വെച്ചേക്കണേ. ആ മരത്തിൻ്റെ മുകളിലുള്ള ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി. താഴെ കുറച്ച് ഇലകൾ കൂടി ബാക്കിയുള്ളൂ. നേരത്തെ കണ്ടത് ഒന്നുമല്ല കേട്ടാ. ഇവിടെ ഈ ആപ്പിൾ മരത്തുമ്പോ നിറച്ചും ആപ്പിളാണ്. അയ്യോ, ഇവിടെ നിലത്ത് വീണ് എടുക്കണൊക്കെ ആർക്കും വേണ്ട. ആപ്പിൾ ഇങ്ങനെ വെറുതെ വീണ് എടുക്കാണ്. കൊറേ ഗ്രീൻ ആയിട്ടുള്ളൂ. അതിനപ്പുറത്ത് വേറെ ഒരെണ്ണുണ്ട് കേട്ടോ. അതുമ്പോലും ആപ്പിൾ തന്നെയാ. കുറച്ചൊക്കെ ഇങ്ങനെ റെഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതെവിടെയൊക്കെ കണ്ട ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഒരു ആളും പൊട്ടിക്കുന്നില്ല. ആപ്പിൾ തിന്ന് മടുത്തിട്ടുണ്ടാവും അവർക്ക്. ഇവിടെ താഴെ കുട്ടികൾക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ലെവലിലടക്കം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലും ആരും പൊട്ടിക്കണില്ല. ആ സൈഡിൽ ഗോൾഫ് കോഴ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വില്ലേജിന്റെ ചുറ്റും നടക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം വരും കേട്ടോ. ഞാൻ മിക്കതും മുഴുവനൊന്നും നടക്കില്ല. ഒറ്റ സ്ട്രെച്ചിൽ പകുതി നടന്നിട്ട് ചിലപ്പോൾ സ്കൂട്ട് ചെയ്യും. കാരണം 2 ഹില്ലുണ്ട് ഇടയിൽ. അതിലൊരു ഹില്ല് കയറുമ്പോഴേക്കും തന്നെ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നല്ല ബ്രേക്ക് ഉണ്ട്. ഒരെണ്ണം കഴിഞ്ഞ് നമുക്കൊന്ന് ശ്വാസം നേരെ വീണിട്ട് നമുക്ക് അടുത്തത് കയറേണ്ട കാര്യമുള്ളൂ. അപ്പം എൻ്റെ ആദ്യത്തെ ബാലി കയറാമല, സ്മിത കയറാമലയാണല്ലേ, അത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി എനിക്ക് വർത്താനം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ മരം നോക്കിയേ, ഇതിൽ നല്ല ഭംഗിയുള്ള ബെറീസ് ഉണ്ട്.
എല്ലാ ഫെൻസിലും ഈ ബെറീസ് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് പൂക്കളും ഉണ്ട്. എൻ്റെ മല ഞാൻ പകുതി കയറി. പക്ഷെ ഇന്ന് സ്പീഡിലല്ല കയറണേ, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കയറുന്നതുകൊണ്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് കയറണേ. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് വലിയ ടയേർഡായിട്ടില്ല. ഈ കുന്നിൻ്റെ ഏറ്റവും പീക്കിലുള്ള ഒരു വീടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് വീട്. നല്ല ഫ്രണ്ട് ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. നല്ല വ്യൂ ആയിരിക്കും അവർക്ക്. ഒരു അപ്പാപ്പൻ കഷ്ടപ്പെട്ട് സൈക്കിൾ ചവിട്ട് കയറ്റുന്നുണ്ട്. അയാൾക്ക് പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് അയാൾ പോണേ. എനിക്ക് കയറാൻ തന്നെ പറ്റണില്ല, എന്നിട്ട് പിന്നെ സൈക്കിൾ ചവിട്ടണം. നമ്മൾ സമ്മർ വാക്കിൽ വന്ന വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ അന്ന് കുറേ ലാവൻഡറൊക്കെ ഉണ്ടായിരുന്നു, കുറേ ബീസൊക്കെ ആയിട്ട്. നിങ്ങൾ റോസ് കണ്ടത് ഓർക്കണ്ട, ഡിസൈനർ റോസസ്. അവിടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് കേട്ടോ നമ്മളന്ന് കണ്ട റോസസ്. എല്ലാം കഴിഞ്ഞു പോയി, കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. കുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും ഈ വഴിക്ക് നടക്കണത്, പക്ഷെ ഇത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണണേ. നോക്കി, ഇതിനകത്തൊക്കെ നിറച്ച് മുന്തിരി ഉണ്ടായി കിടക്കാണ്. ഇവരെന്താ ഇത് പൊട്ടിക്കാത്തയാവോ? എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴേ പൊട്ടിച്ചേനെ. ഓ, എന്ത് ഭംഗിയാ കാണാൻ. ഈ വീട്ടുകാരുടെ ആയതുകൊണ്ട് ഞാൻ പൊട്ടിക്കണില്ല. അവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടേക്ക് നിറച്ചു ഉണ്ടായി കിടക്കണ്ട അതിനകത്ത്. വേറെ എന്തോ ഒരു ഫ്രൂട്ടും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണാവോ? നല്ല പച്ചമാങ്ങ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തോ കായാണ്. കഴിക്കാൻ പറ്റുമോ കേട്ടോ, അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഈ മുന്തിരി കണ്ടിട്ട് സഹിക്കണില്ല. നിറച്ച് മലകളായതുകൊണ്ടേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. സമ്മർ വാക്കിൻ്റെ വീഡിയോ കണ്ടവർക്ക് ഈ മരം ഓർമ്മയുണ്ടാവും. നിറച്ച് ചെറിയൊക്കെ ഉണ്ടായി നിൽക്കണ ചെറിയ മരമാണ് ഇത്. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. താഴെ പോലും ഒന്നും വീണ് കിടക്കണില്ല. എല്ലാതും കിളികൾ കഴിച്ച് നീറ്റാക്കി. പക്ഷെ ഇങ്ങനെ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയൂ ഇത്രയധികം ഫ്രൂട്ട് ഉണ്ടാവണ ഒരു മരമാണെന്നത്. കംപ്ലീറ്റ് കഴിഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞ വില്ലോ ട്രീ, ഇത് ദേ ഓക്ക് ട്രീ ആണ്. ഏക്കോൺസ് ദേ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഓക്ക് ട്രീ. ഓക്കിൻ്റെ ലീവ്സും ഏക്കോൺസും. ഈ വേലി മുഴുവനും പല കളറിലുള്ള ബെറീസാണ്. എന്തോ ഇങ്ങനെ നിൽക്കണമെന്നറിയോ? ഫോട്ടോയിൽ എങ്ങനെ ഇരിക്കണേന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്.
ഞാൻ ലോങ് വ്യൂ കാണിച്ചു തരാം. കണ്ട എന്ത് രസം കാണാൻ. മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഓരോ വീടുകളുള്ള സ്ഥലങ്ങളിലേക്കും ചെറിയ ചെറിയ പോക്കറ്റ് റോഡ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാറ്റിൻ്റെയും തുടക്കത്തിൽ ഇതുപോലെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് വേസ്റ്റ് ബിന്നാണ്. പിന്നെ അതേ ഇതുപോലെ അവരിങ്ങനെ നല്ലൊരു ബസ് സ്റ്റോപ്പ് കെട്ടിവെച്ചിട്ടുണ്ട് എല്ലാ വഴികളുടെ തുടക്കത്തിലും. ഇവിടെ ഒരു പൂച്ച മിസ്സിങ് ആയി പോയിട്ടുണ്ട്. അപ്പം ഞാൻ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ലാമ്പ് പോസ്റ്റിൽ അവർ ആ പൂച്ചയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്പറൊക്കെ കൊടുത്തിട്ടൊരു നോട്ടീസ് പോലെ വെച്ചിട്ടുണ്ട്. ഡോഗ്സ് പോലെ തന്നെ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള പെറ്റാണ് പൂച്ചകൾ. ഓ, ഈ ബെറി കാണാൻ എന്ത് ഭംഗിയാ. അറ്റത്ത് ഓറഞ്ച് കളറിൽ. ശരിക്കും ഇതിൻ്റെ ചെടി നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഇത്ര വലിയ ചെടിയല്ല, ഞാനൊരു ചെടിച്ചട്ടിയിലാണ് വെച്ചേക്കണേ. പക്ഷെ ഇത് എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല കൊലയായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ന്യൂസിലൻഡിലുള്ള ഒരു ഫ്രണ്ട് പൂക്കൾ ഉണ്ടാക്കിയപ്പോൾ ഈ ബെറീസൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നല്ല ഐഡിയ ആണല്ലോ. പൂക്കൾ കിട്ടാനില്ലെങ്കിൽ ബെറി നല്ല കളർഫുൾ സാധനമല്ലേ. എന്തെങ്കിലും കളർഫുൾ സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയാൽ പോരെ. അവിടെ ഒരു വീട്ടിലേ ഒരു ആപ്പിൾ ട്രീമ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോക്ക്. കണ്ട ക്യാമറയിൽ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടാ. പക്ഷെ അതിനകത്തൊക്കെ നിങ്ങക്ക് റെഡ് കളറിൽ കാണാനില്ലേ. ആ റെഡ് കളറിൽ നിൽക്കുന്നതൊക്കെ ആപ്പിളുകളാണ്. ഇവിടെ കാണാം നല്ല വലിയ വലിയ ആപ്പിള്. അടിപൊളി. എനിക്ക് ഈ വില്ലേജിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. എന്തോരം മരങ്ങളാണെന്നറിയോ. അതുപോലെ ഈ ഓപ്പൺ സ്പേസും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ സമ്മറിലൊക്കെ വന്ന് പിക്നിക്കൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. കുട്ടികൾക്ക് കളിക്കാൻ കുറേ സ്ഥലമുണ്ട്. അമ്മൂൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മളിവിടെ വരാറുണ്ട്. അപ്പോൾ ഞാനവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കും, കുട്ടികളവിടെ ഓടി നടന്ന് കളിക്കും. ഞാൻ കഴിഞ്ഞ സമ്മർ വാക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്ഥലമുണ്ട് കുറേ വില്ലോ ട്രീസൊക്കെ ആയിട്ടെന്ന്. ആ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ എത്താൻ പോണേ. അവിടെ കാണാനുണ്ട് വില്ലോ ട്രീസ്. ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ കളിക്കുന്ന സ്ഥലം. ഒരു ഫുട്ബോളിൻ്റെ ഗോള് വെച്ചിട്ടുണ്ട് അവർ. എന്ത് രസമാണ് വില്ലോ ട്രീസ് കാണാനെന്നറിയോ. സൂര്യൻ എനിക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിലെ ലൈറ്റിങ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ. ഇവിടെ മുതൽ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ്സും ഇങ്ങനെയാണ്. അവർ വീടുകൾക്ക് പ്രൊപ്പോർഷനായിട്ട് അവർ ഓപ്പൺ സ്പേസസ് ഇടും. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം ബിൽഡപ്പ് ഏരിയ ആക്കില്ല. ഓപ്പൺ സ്പേസസ് ഇടണമെന്ന് റൂളാണ്. കണ്ട വില്ലോ ട്രീ ഒക്കെ കാണാൻ എന്ത് രസം അറിയാം. കുട്ടികൾക്ക് ഇതിൻ്റെ മുകളിൽ പിടിച്ചിങ്ങനെ തൂങ്ങി ആടി കളിക്കലാണ് ഒരു പണി. ഇഷ്ടം പോലെ ഇത് ഇവിടെ അവിടെയൊക്കെ നോക്ക്, അതൊക്കെ വില്ലോ ട്രീ തന്നെയാണ്. ഡബിൾ റെയിൻബോ ഉണ്ട് ശരിക്കും. പക്ഷെ രണ്ടാമത്തെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണില്ല.